ജീവികളാകെ ചലനാത്മകമാണ്. വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഇതിന് കാരണം. പ്രതികരണങ്ങൾ ബോധപൂർവമോ അല്ലാത്തതോ ആകാം. ബോധപൂർവം അല്ലാതെ സംഭവിക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. അറിയാതെ തീയിൽ തൊട്ടാൽ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നത് റിഫ്ലക്സ് പ്രവർത്തനമാണ്. പ്രയാസങ്ങളോ ഭയമോ ടെൻഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയും വിയർക്കുകയും ഒക്കെ ചെയ്യാറില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറുകൾ വൈകല്യങ്ങളാകാറുണ്ട്. മനുഷ്യനിലേതുപോലെ വികസിതമല്ലെങ്കിലും മറ്റു ജീവികൾക്കും നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. ചുറ്റുപാട് നിന്ന് ധാരാളം സന്ദേശങ്ങൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വഴി ശേഖരിക്കുന്നുണ്ട്. ഇവ മസ്തിഷ്കത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇവ മസ്തിഷ്കത്തിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്? നമുക്ക് ചില വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ, വേദഗ്രാഹി ചേർന്നതാണ് നമ്മുടെ നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയാണ് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ. നമ്മുടെ ചുറ്റുപാട് നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ നാഡീവ്യവസ്ഥയിലാണ് എത്തുന്നത്. ഇവയാണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായ ന്യൂറോണിനെ കുറിച്ചാണ് നമുക്കിന്ന് ആദ്യമായി നോക്കാനുള്ളത്. ന്യൂറോണിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിലൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളൊന്ന് കോശശരീരമാണ്. കോശശരീരത്തിനുള്ളിൽ കോശദ്രവ്യവും മർമ്മവും കാണപ്പെടുന്നു. ന്യൂറോണിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം ഡെൻഡ്രോണാണ്. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നീളം കുറഞ്ഞ തന്തുക്കളെയാണ് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോണുകളുടെ അഗ്രഭാഗത്തെ അറിയപ്പെടുന്ന പേര് ഡെൻഡ്രൈറ്റുകൾ എന്നാണ്. കോശശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കൂടിയ തന്തുക്കളാണ് ആക്സോണുകൾ. ആക്സോണുകളുടെ അഗ്രഭാഗത്തെ ആക്സോണൈറ്റുകൾ എന്നറിയപ്പെടുന്നു. ആക്സോണൈറ്റുകൾ അവസാനിക്കുന്നത് സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്ന മുഴകളിലാണ്. ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ആവരണമാണ് മൈലിനുറ. മൈലിനുറയുടെ പ്രധാന ധർമ്മങ്ങൾ നാഡീയ അവയവങ്ങളുടെ വേഗത കൂട്ടുക, ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, ക്ഷതങ്ങളിൽ നിന്നും മറ്റും സംരക്ഷിക്കുക എന്നുള്ളതാണ് മൈലിനുറയുടെ ധർമ്മങ്ങൾ. മൈലിനുറ കൊഴുപ്പ് നിർമ്മിതമായ ഒരു ആവരണമാണ്. ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ആവരണമാണ് മൈലിനുറ. മൈലിനുറയുടെ പ്രധാന ധർമ്മങ്ങൾ നാഡീയ അവയവങ്ങളുടെ വേഗത കൂട്ടുക, ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, ക്ഷതങ്ങളിൽ നിന്നും മറ്റും സംരക്ഷിക്കുക എന്നുള്ളതാണ് മൈലിനുറയുടെ ധർമ്മങ്ങൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ഗ്രാഹികൾ. ഗ്രാഹികൾ രൂപാന്തരം പ്രാപിച്ച ന്യൂറോണുകളാണ്. കണ്ണിലെ പ്രകാശഗ്രാഹികളും ചെവിയിലെ ശബ്ദഗ്രാഹികളും ഈ ഗണത്തിൽപ്പെടുന്നു. മറ്റു കോശങ്ങളിലേതുപോലെ ഗ്രാഹീകോശങ്ങളെയും ആവരണം ചെയ്തിരിക്കുന്നത് പ്ലാസ്മാ സ്തരമാണ്. പ്ലാസ്മാ സ്തരത്തിനുള്ളിൽ കോശദ്രവ്യവും പുറമേ കോശാന്തരദ്രവവുമാണുള്ളത്. പ്ലാസ്മാ സ്തരത്തിൻ്റെ ബാഹ്യഭാഗത്ത് പോസിറ്റീവ് ചാർജും ഉൾഭാഗത്ത് കോശദ്രവ്യത്തിൽ നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. ഇതൊരു സന്തുലിതാവസ്ഥയാണ്. എന്നാൽ ഈ സന്തുലിതാവസ്ഥ സ്ഥിരമല്ല. അത് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ തകിടം മറിയുന്നതിന് കാരണമായ സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ. ഉദാഹരണം പ്രകാശം, ശബ്ദം, ചൂട് മുതലായവ. പ്ലാസ്മാ സ്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദീപനങ്ങൾ ഉണ്ടാകുമ്പോൾ ബാഹ്യഭാഗം നെഗറ്റീവ് ചാർജും ഉൾഭാഗം പോസിറ്റീവ് ചാർജുമാകുന്നു. ഇത് താൽക്കാലികമാണ്. വീണ്ടും പഴയ സ്ഥിതിയിലാവുന്നു.
എന്നാൽ ചാർജ് വ്യതിയാനം പ്ലാസ്മ സ്തരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഇതാണ് ആവേഗം അഥവാ ഇംപൾസ്. ആവേഗങ്ങൾ ന്യൂറോണുകളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്നു. ഒരു ന്യൂറോണും മറ്റൊരു കോശവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് സിനാപ്സ്. രണ്ട് ന്യൂറോണുകൾ തമ്മിലോ ഒരു ന്യൂറോണും മറ്റൊരു കോശവും തമ്മിലോ സിനാപ്സ് ഉണ്ടാകാം. ഡെൻഡ്രൈറ്റുകളിൽ ഉദ്ദീപനമുണ്ടാകുന്നു. തൽഫലമായി ഉണ്ടാകുന്ന ആവേഗങ്ങൾ ഡെൻഡ്രോൺ കോശ ശരീരം, ആക്സോൺ, ആക്സോനൈറ്റ് എന്നീ ഭാഗങ്ങളിലൂടെ കടന്ന് സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. സിനാപ്റ്റിക് നോബിൽ നിന്ന് നാഡീപ്രേക്ഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കപ്പെടുന്നു. നാഡീപ്രേക്ഷകം വൈദ്യുത ആവേഗത്തെ രാസീയ ആവേഗമാക്കി മാറ്റുന്നു. രാസീയ ആവേഗം തൊട്ടടുത്ത കോശത്തെ ഉദ്ദീപിപ്പിക്കുന്നു. അവിടേക്ക് ആവേഗങ്ങൾ കടക്കുന്നു. ഓരോ നിമിഷവും എണ്ണിയാലൊടുങ്ങാത്ത വിധം ആവേഗങ്ങൾ ന്യൂറോണുകളിലൂടെയും സിനാപ്സുകളിലൂടെയും പ്രസരണം ചെയ്തുകൊണ്ടിരിക്കുന്നു.
കണ്ടില്ലേ, ഇവിടെ 2 പ്രവർത്തനങ്ങളാണ് നടന്നത്. ശാരീരിക പ്രവർത്തനങ്ങളെ ബോധതലത്തിൽ നടക്കുന്നവയെന്നും അബോധതലത്തിൽ നടക്കുന്നവയെന്നും രണ്ടായി തിരിക്കാം. അബോധതലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സൂത്രധാരനാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥ, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്നീ 2 ഘടകങ്ങളുണ്ട്. നട്ടെല്ലിന് ഇരുവശവുമുള്ള ഗാംഗ്ലിയോണുകളുടെ ശൃംഖലയിൽ നിന്നാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ രൂപം കൊള്ളുന്നത്. ആന്തരിക അവയവങ്ങളിലേക്ക് സിമ്പത്തറ്റിക് നാഡികൾ എത്തിച്ചേരുന്നു. ചില ശിരോനാഡികളിൽ നിന്നും ചില സുഷുമ്നാ നാഡികളിൽ നിന്നുമാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ രൂപപ്പെടുന്നത്. പാരാസിമ്പത്തറ്റിക് നാഡികളും ആന്തര അവയവങ്ങളിൽ എത്തിച്ചേരുന്നു. സിമ്പത്തറ്റിക് നാഡികളും പാരാസിമ്പത്തറ്റിക് നാഡികളും ഓരോ ആന്തര അവയവത്തിലും എത്തിച്ചേരുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഒരു ഘടകമാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഹൃദയസ്പന്ദന നിരക്ക് കൂട്ടുന്നു, കൃഷ്ണമണി വികസിപ്പിക്കുന്നു, ദഹനപ്രക്രിയ തടയുന്നു, ഉമിനീരിന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു, കരളിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു, പിത്താശയ പ്രവർത്തനം കുറയ്ക്കുന്നു, വിയർക്കുന്നു, രോമാഞ്ചമുണ്ടാകുന്നു, ശ്വാസകോശങ്ങൾ വികസിപ്പിക്കുന്നു, പേശിശേഷി കൂട്ടുന്നു. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഒരു ഘടകമാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ഹൃദയസ്പന്ദന നിരക്ക് കുറയ്ക്കുന്നു, കൃഷ്ണമണി ചുരുക്കുന്നു, ദഹനപ്രക്രിയ ഉത്തേജിപ്പിക്കുന്നു, കരളിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു, ഉമിനീരിന്റെ ഉൽപ്പാദനം കൂട്ടുന്നു, ശ്വാസകോശത്തിനുൾവശം ചുരുങ്ങുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ ശരീരത്തെ സജ്ജമാക്കാനും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചതിനു ശേഷം ശരീരത്തെ സാധാരണ നിലയിൽ എത്താനും സഹായിക്കുന്നു. സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെയും പരസ്പര പൂരകമായ പ്രവർത്തനത്തിലൂടെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നത്. മസ്തിഷ്കം എല്ലാ നാഡീപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മസ്തിഷ്കം ഏറ്റവും പുറമെ ഒരു അസ്ഥി കൊണ്ടുള്ള ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നു. അതായത് ഒരു അസ്ഥി പേടകത്തിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഈ അസ്ഥി പേടകത്തിൻ്റെ പേരാണ് കപാലം. കപാലം എന്ന അസ്ഥി പേടകത്തിനുള്ളിലാണ് മസ്തിഷ്കം കാണപ്പെടുന്നത്. ഇത് കൂടാതെ മസ്തിഷ്കത്തിനെ സംരക്ഷിക്കാനായിട്ട് മസ്തിഷ്കത്തിനെ പൊതിഞ്ഞുകൊണ്ട് 3 പാളികളുള്ള ഒരു സ്തരം കാണപ്പെടുന്നുണ്ട്. ഈ സ്തരത്തിൻ്റെ പേര് മെനിഞ്ചസ് എന്നാണ്. മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. സെറിബ്രോസ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് തിരിച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും എത്തിക്കുക എന്നതാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ക്രമം. സെറിബ്രോസ്പൈനൽ ദ്രവം മസ്തിഷ്കത്തിനകത്തുള്ള അറകളായ സെറിബ്രൽ വെൻട്രിക്കിളിനുള്ളിലും കാണുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവം തന്നെയാണ്. അപ്പോൾ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞ് കാണുന്ന അസ്ഥിപേടകം കപാലം, കൂടാതെ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞ് കാണുന്ന 3 പാളികളുള്ള സ്ഥലം മെനിഞ്ചസ്, മെനിഞ്ചസിനകത്ത് നിറഞ്ഞിരിക്കുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം. ഇവയാണ് ശരിക്കും മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നത്. അപ്പം സെറിബ്രോസ്പൈനൽ ദ്രവം CSF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവമാണ് രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് പുനരാഗമനം ചെയ്യപ്പെടുന്നത്. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് തീർച്ചയായും കപാലമുണ്ട്, മെനിഞ്ചസ് ഉണ്ട്, സെറിബ്രോസ്പൈനൽ ദ്രവം. ഇവയെല്ലാം മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണോപാധികളായാണ് പ്രവർത്തിക്കുന്നത്. തലയോട്ടിനുള്ളിലെ മർദ്ദം സ്ഥിരമാക്കി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും CSF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. അടയാളപ്പെടുത്തിനെ ശ്രദ്ധിക്കുക. മസ്തിഷ്കത്തിൻ്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിന് വേറെയും പ്രത്യേകം നമ്മൾ ചിത്രം നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവും സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ ഉപരിതലത്തിൽ ധാരാളം ചുളിവുകൾ കാണപ്പെടുന്നുണ്ട്. ഇത് ധാരാളം ന്യൂറോണുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു അനുകൂലമാണ്. കൂടാതെ സെറിബ്രത്തിൽ അവരുടെ പ്രത്യേകത ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായാണ് സെറിബ്രത്തിൽ കാണപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം.
ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന ഇവയുടെ കേന്ദ്രം സെറിബ്രമാണ്. കൂടാതെ കാഴ്ച, കേൾവി, രുചി തുടങ്ങിയ ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വ്യാപാരങ്ങൾ സാധ്യമാക്കുന്നത് സെറിബ്രമാണ്. അപ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവും സെറിബ്രമാണ്. ആവയവങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ വേദന സംഹാരികളും മറ്റും കഴിക്കുമ്പോൾ അത് ബാധിക്കുന്ന തലാമസിനെയാണ്. കൂടാതെ നിദ്രാവേളയിലും തലാമസിൻ്റെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി നിദ്രാവേളയിൽ കൂടുതൽ സന്ദേശങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പോൾ തലാമസ് ആണ് സെറിബ്രത്തിലേക്കുള്ള ആവയവങ്ങൾ പുനഃപ്രസരണം ചെയ്യപ്പെടുന്ന കേന്ദ്രം. തലാമസാണ്. മസ്തിഷ്കത്തിൻ്റെ ചിത്രം പരിശോധിക്കുക. ആന്തര പരിസ്ഥിതി പാലിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗം. പീയൂഷഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മെഡുല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഭാഗം എന്തൊക്കെയാണ് വേറെ ധർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെഡുല ഒബ്ലാങ്കേറ്റയുടെ മറ്റ് ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം തുടങ്ങിയവ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അന്യകുലിയിലെ ചലനങ്ങൾ, രക്തക്കുഴലുകളുടെ സങ്കോച വികാസം എന്നിവ നിയന്ത്രിക്കുന്നതും മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അതുകൊണ്ട് മെഡുല ഒബ്ലാങ്കേറ്റയിലേക്കുന്ന ഏത് ക്ഷതവും നിമിഷങ്ങൾക്കകമുള്ള മരണത്തിന് കാരണമാകും. ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കാൻ, എന്തുകൊണ്ടാണ് മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം? ഇത് തന്നെയാണ് പ്രാധാന്യം വരാൻ കാരണം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അടുത്ത മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിലും ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമായാണ് കാണപ്പെടുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനുപരി സെറിബെല്ലത്തിന് വേറൊരു ധർമ്മം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില പാലിക്കാനായി സഹായിക്കുന്ന ഭാഗവും സെറിബെല്ലമാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. തലച്ചോറിന് തുടർച്ചയായി നട്ടലിനുള്ളിലൂടെ കീഴറ്റം വരെ എത്തുന്ന നാഡീദണ്ഡാണ് ഇത്. തലച്ചോറ് മെനിഞ്ചസിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതുപോലെ സുഷുമ്നയ്ക്കും മെനിഞ്ചസ് കൊണ്ടുള്ള ആവരണം ഉണ്ട്. തലച്ചോറിൽ നിന്നും വ്യത്യസ്തമായി സുഷുമ്നയിൽ വൈറ്റ് മാറ്റർ പുറത്തും ഗ്രേ മാറ്റർ അകത്തുമായാണ് കാണപ്പെടുന്നത്. സുഷുമ്നയുടെ മധ്യത്തിലായി സെൻട്രൽ കനാൽ കാണപ്പെടുന്നു. ഇതിൽ സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. സുഷുമ്നയുടെ മുതുകുഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഡോർസൽ റൂട്ടും എതിർദിശയിൽ നിന്നും പുറപ്പെടുന്ന വെൻട്രൽ റൂട്ടും ചേർന്നാണ് സുഷുമ്ന നാഡികൾ രൂപപ്പെടുന്നത്. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിത്യജീവിതത്തിൽ സാധാരണയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. കൈയും സുഷുമ്നയും തമ്മിൽ നാഡികളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചൂട് ഒരു ഉദ്ദീപനമാണ്. ചൂട് തട്ടുമ്പോൾ വിരലിന്റെ അഗ്രത്തിലുള്ള ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. തൽഫലമായി ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗങ്ങളെ സംവേദ ന്യൂറോൺ സുഷുമ്നയിലെത്തിക്കുന്നു. സുഷുമ്നയിൽ സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർ ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ കടക്കുന്നു. ആവേഗങ്ങൾ പ്രേരക ന്യൂറോണിലൂടെ കൈകളിലെ പേശികളിലെത്തുമ്പോൾ കൈ അതിവേഗം പിൻവലിക്കുന്നു. ഇങ്ങനെ ആവേഗങ്ങൾ സുഷുമ്നയിലൂടെ സർക്യൂട്ട് പൂർത്തിയാക്കുന്നു. സുഷുമ്നയിൽ നിന്നാണ് കൈ പിൻവലിക്കാനുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രതികരണം
അതിവേഗത്തിലാകുന്നു. പിന്നീടാണ് ആവേഗങ്ങൾ തലച്ചോറിലെത്തുന്നത്. ഇത്തരത്തിൽ ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈശ്ചികമായും നടക്കുന്ന പ്രവർത്തനമാണ് റിഫ്ലെക്സ് ആക്ഷൻ.